അൻസിബയും ഋഷിയും ഇപ്പൊ ഡെൻറൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എടാ ഋഷി, നീ പറഞ്ഞ സത്യാടാ. നീ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് യങ്സ്റ്റേഴ്സ് ഒന്നും അല്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ഒരുപാട് കുടുംബ സ്ത്രീകളും ഫാമിലി ഓഡിയൻസും തന്നെയാണ്. ഒരു കാര്യം നിന്നോട് ഞാൻ പറയട്ടെ, നീ കേട്ട് കഴിഞ്ഞാൽ സീനായിട്ട് എക്സൈറ്റഡ് ആവും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് എനിക്ക് ഒരു സ്വർണത്തിന്റെ മോതിരം നാട്ടുകാരെല്ലാരും കൂടെ എനിക്ക് മേടിച്ചു തന്നു. എന്റെ നാട്ടുകാരാണോ എന്ന് ചോദിച്ചാൽ അതല്ല. ഒരുപാട് ഈ ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരാണ് പൈസ കൂട്ടി വെച്ച് എല്ലാവരും കൂടെ ചേർന്ന് മേടിച്ചു തന്നത്. അതും ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരല്ല, പല പത്തനംതിട്ട, എറണാകുളം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് മിക്സ് ചെയ്ത ഉള്ള ആൾക്കാരാണ് എനിക്ക് മേടിച്ചു തന്നത് ആ സ്വർണത്തിന് മോതിരം എന്നൊക്കെ പറഞ്ഞ ആ സ്വർണത്തിന് മോതിരം ക്യാമറയിലോട്ടും അല്ലെങ്കിൽ ഋഷിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഋഷി നീ പറഞ്ഞതാണ് 100% സത്യം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളെ പുറത്തുള്ള പ്രേക്ഷകർ കാണുന്നുണ്ട്, അവര് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുപരിയായിട്ട് മറ്റൊന്നും നമുക്ക് വേണ്ട. ഇല്ല, നീ പറഞ്ഞത് തന്നെയാണ് 100% സത്യം എന്നൊക്കെ അൻസിബ ഋഷിയെ നോക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് അർജുൻ കയറി വന്നിട്ട് നമ്മുടെ അൻസിബയ്ക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യമാണ് ലൈവിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈവിൽ നടക്കുന്ന ഏറ്റവും കൃത്യം വാർത്തകൾ അറിയാൻ വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.